റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഹജ്ജ് യാത്രാ നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് കരിപ്പൂരിൽ യൂത്ത് ലീഗിന്റെ സമരസംഗമം നടക്കുകയാണ്. അഷ്കർ അലി കരിമ്പ ചേരുകയാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി. അഷ്കർ, നേരത്തെ മന്ത്രി വി അബ്ദുറഹ്മാന് ഉറപ്പ് ലഭിച്ചിരുന്നു, കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിരുന്നു, കരിപ്പൂരിന്റെ യാത്രാ നിരക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അതിലൊരു പരിഹാരത്തിലേക്ക് കടക്കാം എന്ന വിധത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചിരുന്നു. പക്ഷെ അപ്പോഴും യൂത്ത് ലീഗ് സമരവുമായി മുന്നോട്ട് പോവുകയാണ് അല്ലേ? കരിപ്പൂരിലെ ഹജ്ജ് യാത്രികരിൽ നിന്നും അമിതമായി നിരക്ക് ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ കരിപ്പൂരിലെ എയർപോർട്ട് പരിസരങ്ങളിലേക്ക് നിരവധി മാർച്ചുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് അതിന്റെ ആദ്യമായ ഒരു പ്രത്യക്ഷ സമരം മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ട് സമീപം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള ഈ ഹജ്ജ് നിരക്ക് കൂട്ടിയതിന് പിന്നിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും ഉൾപ്പെടെയുള്ള ഒരു ഒത്തുകളി ഉണ്ടെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുന്നത്. നമുക്ക് വ്യക്തമാകുന്ന പോലെ തന്നെ ഈ നിരക്കിൽ വലിയ കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം കണ്ണൂരും കൊച്ചിയിൽ നിന്ന് പോകുന്നവർ 75,000 മുതൽ 80,000 രൂപ വരെ നൽകുമ്പോൾ കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 1,65,000 രൂപ വരെ നൽകണമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക്. ഈ നിരക്കിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം വ്യാപകമാവുകയും ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കുറവുണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഹജ്ജ് വകുപ്പ് മന്ത്രി നിലപാട് അറിയിക്കുമ്പോൾ പോലും അതിലെ വലിയ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. കാര്യമായ ഒരു ഇളവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇതാണ് ഇപ്പോഴും തീർത്ഥാടകരെ വലിയ ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ഉയർന്ന നിരക്കിൽ കരിപ്പൂർ വഴി യാത്ര തിരിക്കുക എന്നുള്ളത് തീർത്ഥാടകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. കോൺഗ്രസും പ്രതിഷേധ മാർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2-ാം തീയതി വൈകിട്ട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് തീപ്പന്തം കൊളുത്തി നൈറ്റ് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10:30 കരിപ്പൂരിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് കേരള മുസ്ലിം ജമാഅത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംഗമവും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും വിഷയത്തിൽ പ്രതിഷേധം വ്യാപകമായി ഉയരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അല്പം മുമ്പ് ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തീർത്ഥാടകരുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. വകുപ്പ് മന്ത്രിയുടെ അബ്ദുറഹ്മാന്റെ ഒരു പ്രതികരണത്തിൽ, ഇല്ലെങ്കിൽ അവിടെ നിന്നും പുറത്തു വന്ന ഒരു വാർത്തയിൽ മാത്രമാണ് ഇപ്പോൾ ആളുകൾ പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഒരു ഇളവ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക ഇപ്പോഴും തുടരുന്നു. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതുവരെ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഡൽഹിയിലെത്തിയ ഹജ്ജ് കമ്മിറ്റിയുടെ ഉന്നതതല സംഘത്തിന് ഇതുവരെ മന്ത്രിമാരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതും പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ പ്രതിഷേധം വ്യാപകമായി ഉയരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ടത്. ബിനിൽ, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധ സംഗമമാണ് കരിപ്പൂരിൽ നടക്കുന്നത്. ഹജ്ജ് യാത്രാ കൂലി നിരക്കുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗ് പ്രഖ്യാപിച്ച സമരം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടെങ്കിലും തുടരുകയാണ്.